നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അഖിലേഷ് യാദവിൻ്റെ മാജിക് വർക്കൗട്ടായി തുടങ്ങിയിരിക്കുന്നു. അതായത് സമാജ്വാദി പാർട്ടി എന്നും യാദവ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണ് എന്ന് പറഞ്ഞ് BJP നേതൃത്വം എപ്പോഴും യാദവ മുസ്ലിം ഇതര സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് പരമാവധി സീറ്റ് പിടിക്കാനുള്ള ശ്രമമായിരുന്നു. OBC വിഭാഗത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു വോട്ട് ഷെയർ BJP കൊയ്തെടുക്കാൻ ഇത്രയും നാളും ശ്രമിച്ചിരുന്നു. എന്നാൽ അതിന് മറുപടി എന്ന രീതിയിലാണ് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുന്നത്. യാദവ സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ ചുരുക്കം മാത്രം. മിക്ക സ്ഥാനാർത്ഥികളും OBC വിഭാഗത്തിൽ നിന്നുള്ളവർ. അതായത് ഇക്വേഷനിൽ തന്നെ മൊത്തത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് അഖിലേഷ് യാദവ്. BJPയുടെ പതിവ് സ്ട്രാറ്റജി എല്ലാം ഒളിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, നേരത്തെ ഭാരത് ജോഡോ യാത്ര അത് ഉത്തർപ്രദേശിലൂടെ ഘട്ടം ഘട്ടമായി കടന്നുപോയപ്പോൾ ആ രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു എന്നുള്ളത് അഖിലേഷ് യാദവ് മനസ്സിലാക്കിയപ്പോഴാണ് കോൺഗ്രസുമായി 17 സീറ്റുകൾ കോൺഗ്രസിന്, 62 സീറ്റുകൾ സമാജ്വാദി പാർട്ടിക്ക് എന്ന രീതിയിലേക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയത്. അതിനു മുമ്പ് വരെ കോൺഗ്രസിന് അത്രയും സീറ്റ് കൊടുക്കാൻ സമാജ്വാദി പാർട്ടി തയ്യാറേ ആയിരുന്നില്ല. എന്നാൽ അവിടുത്തെ പ്രാദേശിക വികാരം രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി കഴിഞ്ഞിരിക്കുന്നു. ന്യൂനപക്ഷ മേഖലയിലും യാദവ വിഭാഗങ്ങൾക്കും ഒക്കെ ഒരുപോലെ സ്വീകാര്യനാണ് രാഹുൽ ഗാന്ധി എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് അഖിലേഷ് യാദവ് ചുവട് മാറ്റിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇക്കുറി BJPക്ക് പരമാവധി സീറ്റുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സമാജ്വാദി പാർട്ടി രാഷ്ട്രീയപരമായി അവിടെ നീങ്ങുന്നത്. കനൗജിൽ അപ്രതീക്ഷിതമായി അഖിലേഷ് യാദവ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ തയ്യാറായതും അതുകൊണ്ട് തന്നെ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അസംഗഡും മെയിൻപുരിയുമൊക്കെ പരമ്പരാഗത സമാജ്വാദി പാർട്ടി സീറ്റുകളാണ്. കുടുംബാധിപത്യമാണ് അവരുടെ രഹസ്യം എന്ന് പറഞ്ഞ BJPക്ക് മറുപടി കൊടുത്തുകൊണ്ട് അതല്ല, നിങ്ങൾ കണ്ടോളൂ, ഞങ്ങൾ മുന്നണി മര്യാദയുടെ ഭാഗമായി തന്നെ, രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായി തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടോളൂ എന്ന് BJPയുടെ മുഖത്ത് നോക്കി പറഞ്ഞാണ് സമാജ്വാദി പാർട്ടിയുടെ നീക്കം. BJPയുടെ വർഗീയ ധ്രുവീകരണം ഒരിക്കലും ഇനി ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ ഏശില്ല എന്ന് ഉറപ്പുവരുത്താനാണ് സമാജ്വാദി പാർട്ടിയുടെ നീക്കം. 2012 ആ പഴയ അഖിലേഷ് യാദവിൻ്റെ സൈക്കിൾ സവാരിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണവുമായാണ് അഖിലേഷ് എല്ലായിടത്തും നീങ്ങുന്നത്. 2012 സൈക്കിൾ സവാരിയിലൂടെ അഖിലേഷ് അവിടെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് ഉത്തർപ്രദേശിലെ 403-ൽ 224 സീറ്റുകളും നേടിയെടുത്ത് 27% വോട്ട് ഷെയർ നേടിയാണ് അധികാരത്തിലേക്ക് വന്നത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി 300ഓളം സീറ്റിൽ നേർക്കുനേരെ പോരാട്ടമായിരുന്നു. അതായത് ബൈപോളാർ ഫൈറ്റ്. 32.5% വോട്ടാണ് സമാജ്വാദി പാർട്ടി അവർ കരസ്ഥമാക്കിയതെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള സമാജ്വാദി പാർട്ടിക്ക് ഇക്കുറി ഏത് രീതിയിൽ BSP അതായത് മായാവതി അവിടെ കളിച്ചാലും അതിലൊന്നും ഒരു രീതിയിലും സമാജ്വാദി പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വരില്ല എന്നതും BJPയുടെ എല്ലാ രീതിയിലുള്ള ഹൈപ്പിനെയും തകർക്കാൻ കഴിയുമെന്നതും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഉറപ്പിച്ചിരിക്കുന്നത്.